മീഡിയ വൺ മാനേജിംഗ് എഡിറ്ററാണ് സി ദാവൂദ്. മുസ്ലിം മതരാഷ്ട്രവാദം അടിസ്ഥാന ലക്ഷ്യമാക്കി പ്രവർത്തിക്കുന്ന വർഗീയ സംഘടനയായ ജമാഅത്തെ ഇസ്ലാമിയുടെ സംസ്ഥാന കൂടിയാലോചനാ സമിതി അംഗം കൂടിയാണ് ഈ മാധ്യമ പ്രവർത്തകൻ. മീഡിയ വൺ TV ലൈവ് യൂട്യൂബ് ചാനലിൽ ഈ അടുത്ത് സി ദാവൂദിന്റേതായി ഒരു വീഡിയോ വന്നു. CPIM പ്രൊപ്പഗാൻഡ മിഷനറി നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രചാരണങ്ങളുടെ യാഥാർത്ഥ്യം എന്ന തലക്കെട്ടിലുള്ള ഒരു വീഡിയോ. മീഡിയ വണ്ണിന്റെ എഡിറ്റോറിയൽ ചർച്ചകളിലൂടെ പച്ചയ്ക്ക് മതവർഗീയത പറയാൻ ഒരു മടിയും ദാവൂദിനും കൂട്ടർക്കും ഇല്ല എന്നത് തെളിവായി ഈ വീഡിയോ മാറി. എന്താണ് ദാവൂദ് പറയുന്നത്? നാഷണൽ ഡെവലപ്മെന്റ് ഫ്രണ്ട് അഥവാ NDFന്റെ മതതീവ്രവാദ പ്രവർത്തനങ്ങൾക്കെതിരെ CPIM MLA നടത്തിയ നിയമസഭാ പ്രസംഗത്തെ മുസ്ലിങ്ങൾക്കെതിരായ പ്രസംഗമെന്ന് വളച്ചൊടിച്ച കള്ളപ്രചാരണവുമായി വർഗീയ വിഷം തുപ്പുകയാണ് ഇവർ. 1996, 2001 കാലയളവിൽ വണ്ടൂർ MLA ആയിരുന്നു N കണ്ണൻ. ഇദ്ദേഹം 1999 മാർച്ച് 23-ന് മലപ്പുറം ജില്ലയിൽ വർദ്ധിച്ചു വരുന്ന ന്യൂനപക്ഷ തീവ്രവാദ വർഗീയ പ്രവർത്തനങ്ങൾ എന്ന ടൈറ്റിലിൽ നിയമസഭയിൽ ഒരു സബ്മിഷൻ അവതരിപ്പിച്ച് പ്രസംഗിക്കുകയുണ്ടായി. ഇതിനെയാണ് മീഡിയ വൺ വളച്ചൊടിച്ചത്. നിരോധിത സംഘടനയായ പോപ്പുലർ ഫ്രണ്ടിന്റെ ആദ്യ രൂപമാണ് NDF. ജമാഅത്തെ ഇസ്ലാമി ഒഴിച്ചുള്ള എല്ലാ മുസ്ലിം സംഘടനകളും തള്ളിപ്പറയുകയും അകറ്റി നിർത്തുകയും ചെയ്ത സംഘടന. ഇതേ NDFന്റെ വർഗീയത തുറന്നുകാട്ടുന്ന പ്രസംഗത്തെ ഇസ്ലാമോഫോബിയയെ ചിത്രീകരിച്ച വീഡിയോയിൽ പെരുന്നുണ പറഞ്ഞിരിക്കുകയാണ് ദാവൂദ്. N കണ്ണൻ നിയമസഭയിൽ ഉന്നയിച്ച സബ്മിഷനിലെ പരാമർശങ്ങളെ മുസ്ലിങ്ങൾക്കെതിരായ പരാമർശമായാണ് ദാവൂദ് അവതരിപ്പിക്കുന്നത്. തീർത്തും വസ്തുതാവിരുദ്ധമായി കാര്യങ്ങളെ ജനങ്ങളിലേക്ക് എത്തിച്ച് തെറ്റിദ്ധരിപ്പിക്കുന്നു. രാജ്യത്തു തന്നെ വർഗീയതക്കെതിരെ പ്രതിരോധം തീർക്കുന്ന CPIM നേതാക്കൾ മുസ്ലിം വിരുദ്ധ പരാമർശങ്ങൾ നടത്തുന്നു എന്നുവരെ പറഞ്ഞു കളഞ്ഞു. ക്രിസ്ത്യാനികൾ ക്രിസ്തുമസ് ആഘോഷിക്കുന്ന സമയത്ത് അവരുടെ വീടുകളിൽ പ്രകാശിപ്പിച്ചിരിക്കുന്ന നക്ഷത്ര വിളക്കുകൾ മുസ്ലിം കടകളിൽ വിൽക്കാൻ പാടില്ല. ശബരിമലയിലേക്ക് പോകുന്ന ഹിന്ദുക്കൾ ധരിക്കുന്ന കറുത്ത തുണി മുസ്ലിം കടകളിൽ വിൽക്കാൻ പാടില്ല എന്നുള്ള ശാസനയാണ് ഇപ്പോൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. വലിയ കോളിളക്കം സൃഷ്ടിച്ച പ്രസ്താവനയായിരുന്നു ഇത്. മലപ്പുറത്ത് ഹിന്ദുക്കൾക്ക് പച്ചവെള്ളം കിട്ടില്ല എന്ന K സുരേന്ദ്രന്റെ പ്രസ്താവന വന്നത് 2025 മാത്രമാണെന്ന് നാം ഓർക്കണം. K സുരേന്ദ്രന് മുന്നേ പറന്ന പക്ഷിയാണ് N കണ്ണൻ. ദാവൂദ് വീഡിയോയിൽ ഒരു മടിയുമില്ലാതെ പറഞ്ഞു വെക്കുന്നത് ഇങ്ങനെയാണ്: മലപ്പുറം ജില്ലയിലെ കച്ചവടക്കാർ ക്രിസ്മസ് നക്ഷത്രങ്ങളും കറുത്ത മുണ്ടും വിൽക്കുന്നില്ലെന്ന് ഒരു കാലത്തും കണ്ണൻ നിയമസഭയിൽ പറഞ്ഞിട്ടില്ല. NDF എന്ന സംഘടന അത്തരം വാദങ്ങൾ ഉണ്ടാക്കി നാട്ടിൽ കുഴപ്പങ്ങൾ ഉണ്ടാക്കാൻ ശ്രമിക്കുന്നുവെന്നും ഇത് ഹിന്ദുത്വ വർഗീയ സംഘടനകൾ മുതലെടുക്കുന്നുവെന്നുമാണ് കണ്ണൻ വ്യക്തമായി പറഞ്ഞത്. അതിനെയാണ് ചാനൽ മുറിയിലിരുന്ന ദാവൂദ് മാനിപ്പുലേറ്റ് ചെയ്യുന്നത്. നാട്ടിൽ വർഗീയ വിഷം വിളമ്പി തങ്ങളുടേതായ നേട്ടമുണ്ടാക്കുന്ന സംഘപരിവാറിനെയും SDPIയെയും കാസിയെയും പോലുള്ള സംഘടനകളെ അടക്കം തോൽപ്പിക്കും വിധമാണ് ദാവൂദിന്റെ ഇരുട്ടുമുറി ചർച്ചകളെന്ന് സോഷ്യൽ മീഡിയ വിമർശിക്കുന്നു. BJPയേക്കാൾ വലിയ ഹിന്ദു വർഗീയത പറയുന്നവരാണ് CPMകാരെന്ന വസ്തുതകൾ വളച്ചൊടിച്ച് പറയാൻ ശ്രമിക്കുകയാണ് ദാവൂദ് എന്നും വിമർശനമുണ്ട്. യഥാർത്ഥത്തിൽ NDF അടക്കമുള്ള വർഗീയ സംഘടനകൾ സൃഷ്ടിക്കുന്ന സാമുദായിക ധ്രുവീകരണത്തിനുള്ള ശ്രമങ്ങളെ ചൂണ്ടിക്കാണിച്ചായിരുന്നു N കണ്ണൻ സബ്മിഷൻ ഉന്നയിച്ചത്. എന്നാൽ നിയമസഭാ രേഖ പോലും ദുർവ്യാഖ്യാനം ചെയ്യുകയാണ് ദാവൂദ്. അദ്ദേഹം ആധികാരികമായി വീഡിയോയിൽ ഉൾപ്പെടുത്തിയ നിയമസഭയിലെ പ്രസംഗത്തിൽ NDF എന്ന് വ്യക്തമായുണ്ട്. പക്ഷേ അത് സൗകര്യപൂർവ്വം ഒഴിവാക്കി അദ്ദേഹത്തിന് താല്പര്യമുള്ള ഭാഗം മാത്രം ഹൈലൈറ്റ് ചെയ്യുന്നു. അതെന്ത് രീതിയാണ്? N കണ്ണന്റെ സബ്മിഷൻ വായിച്ചാൽ കാര്യങ്ങൾ ഏതൊരാൾക്കും വ്യക്തമാകും. അത് മുസ്ലിം ജനവിഭാഗത്തിനെതിരായി തിരിക്കുന്നത് ജമാഅത്തെ ഇസ്ലാമിയുടെയും മീഡിയ വണ്ണിന്റെയും മാത്രം ആവശ്യമാണ്. സബ്മിഷനിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ അക്കാലത്ത് തന്നെ NDFന്റെ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട ചർച്ചയിലുള്ള വിമർശനങ്ങളായിരുന്നു. ഹിന്ദു വർഗീയ പാർട്ടികളെ കുറിച്ചും N കണ്ണൻ പ്രതിപാദിച്ചിട്ടുണ്ട്. നേരത്തെ സക്കറിയ സീഡ് എന്ന CPM നേതാവിന്റെ ലോറി പിടിച്ചെടുത്ത സംഭവത്തെ ദാവൂദ് വർഗീയമായി വളച്ചൊടിച്ചത് വലിയ വിവാദങ്ങൾക്ക് വഴിവെച്ചിരുന്നു. ഷാഹുൽ ഹമീദ് എന്ന പോലീസ് ഉദ്യോഗസ്ഥനാണ് ലോറി പിടിച്ചതെന്ന് സക്കറിയ വ്യക്തമാക്കിയിരുന്നു. എന്നാൽ മതവിദ്വേഷം ലക്ഷ്യമിട്ട ശശിധരൻ പിള്ള എന്ന പോലീസ് ഉദ്യോഗസ്ഥനാണ് ലോറി പിടിച്ചതെന്ന് ദാവൂദ് പ്രചരിപ്പിച്ചു. ഇതിനെതിരെ സക്കറിയ തന്നെ രംഗത്തെത്തിയിട്ടുണ്ട്. ഇതേ സക്കറിയയ്ക്ക് മറുപടിയായി ചെയ്ത വീഡിയോയിലാണ് കണ്ണന്റെ നിയമസഭാ പ്രസംഗത്തെയും വിദ്വേഷ പ്രചാരണ ലക്ഷ്യത്തോടെ വളച്ചൊടിച്ചത്. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ LDF സ്ഥാനാർത്ഥിയായിരുന്ന M സ്വരാജിനും
CPIM-നുമെതിരെ കള്ളപ്രചാരണങ്ങൾ സി ദാവൂദും കൂട്ടരും പടച്ചുവിട്ടിരുന്നു. ഇന്നും സകല സീമകളും ലംഘിച്ച് അത് തുടരുകയാണ്. UDF-ന്റെ അസോസിയേറ്റ് ഘടകകക്ഷിയാണ് ജമാഅത്തെ ഇസ്ലാമിയുടെ രാഷ്ട്രീയ സംഘടന. അങ്ങനെയുള്ളവരുടെ നേതാവ് അവരുടെ തന്നെ ചാനലിൽ വന്നിരുന്നാണ് ഈ പച്ച വർഗീയത വിളമ്പുന്നത്. ഇതിന് മൗനാനുവാദം നൽകുന്ന UDF-ഉം കോൺഗ്രസും വലിയ വില നൽകേണ്ടി വരും. ഇത് വരുന്ന പഞ്ചായത്ത്, നിയമസഭാ തെരഞ്ഞെടുപ്പുകളിലടക്കം പ്രതിഫലിക്കുമെന്നതിൽ തർക്കമില്ല. വർഗീയ പ്രചാരണങ്ങളെല്ലാം പ്രബുദ്ധ കേരളത്തിന് മുന്നിൽ തകർന്നടിയുമ്പോൾ വിളറി പിടിച്ച് ജമാഅത്തെ ഇസ്ലാമിയും മീഡിയ വണ്ണും ദാവൂദും പുതിയ കഥകളുമായി എത്തുകയാണ്. ആ പ്രൊപ്പഗാൻഡ അവർ ഇനിയും തുടർന്നുകൊണ്ടേയിരിക്കും. വാർത്തയിലെ നെല്ലും പതിരും തിരിച്ചറിയാൻ മലയാളികൾക്ക് കഴിയില്ല എന്നത് അവരുടെ മാത്രം ദിവാസ്വപ്നമാണ്. അതിന് കേരള ജനത മറുപടി കൊടുക്കുക തന്നെ ചെയ്യും.